ഹലോ, ഇത് വീട്ടിൽ പണ്ട് തൊട്ടേ ഉള്ളൊരു കറ്റാർ വാഴയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ തണ്ടും വന്ന് അത് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഇപ്പോൾ ഈ കറ്റാർ വാഴ ഈ ചെടിച്ചട്ടിക്ക് പുറത്താണ് നിൽക്കുന്നത്. അപ്പം ഞാൻ അതിനെ ഒന്ന് പറിച്ച് മാറ്റിയിട്ട് അത് മണ്ണിലേക്ക് ആഴ്ത്തി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ചെടിയുടെ ഇത്രയും പോർഷൻ മാത്രമേ ചെടിച്ചട്ടീൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ, ബാക്കി മൊത്തം പുറത്താണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഈ തണ്ടും അത് കാരണം വളഞ്ഞ് വളഞ്ഞ് വരികയായിരുന്നു. അതാണ് ഇതിപ്പോൾ ഒന്ന് പറിച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന വേറെ ഒരെണ്ണം കൂടി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊരു കിളിർപ്പും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടും പറിച്ച് മാറ്റിയിട്ട് ഞാൻ ചട്ടിയെല്ലാം കഴുകി അതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം പറിച്ച് ആ വളഞ്ഞ് നിൽക്കുന്ന കറ്റാർ വാഴയാണ് ആദ്യം അതിലേക്ക് ഇറക്കി നട്ടത്. അതൊന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെയും അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് പിന്നെ രണ്ടാമത് പറിച്ച കറ്റാർ വാഴയും കൂടി നട്ടു കൊടുത്ത്. അത് രണ്ടും ഒരു ചട്ടിയിൽ തന്നെയാണ് നട്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുഞ്ഞി കിളിർപ്പ് ഞാനൊന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും കൂടി നട്ട് കഴിഞ്ഞ് പിന്നെയും കുറച്ച് മണ്ണിട്ടിട്ടാണ് ചെറിയ കിളിർപ്പും കൂടി അതിൻ്റെ കൂടെ നട്ടു കൊടുത്തത്. അങ്ങനെ അത് മൂന്നും നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ.